ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ അവസാനത്തെ വീഡിയോ ആണിത്. നമുക്ക് ഇതിലും ഒരു പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു 5 ഡിജിറ്റ് നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ 5 ഡിജിറ്റ്സ് നമ്പർ ഒരു 5 ഡിജിറ്റ് നമ്പറായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ 5 ഡിജിറ്റിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം ആക്ച്വലി ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം എഴുതേണ്ടത്. പക്ഷേ ഫോർ ലൂപ്പ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേ പഠിക്കുകയുള്ളൂ. അതിനു മുന്നേ ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫോർ ലൂപ്പ് ഇല്ലാതെ തന്നെ ആ സെയിം പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഓരോ ഡിജിറ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് സമ്മിലോട്ട് ആഡ് ചെയ്യുന്നത്, സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ആ ലോജിക്ക്, അതായത് മാനുവലായിട്ട് സോൾവ് ചെയ്യുന്ന രീതി നമുക്കൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ ആക്ച്വലി 3 ഇക്വേഷനുള്ള ഓരോ സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ സെറ്റിലും 3 ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ആ 3 ഇക്വേഷൻസ് നമ്മൾ 5 തവണ അല്ലെങ്കിൽ 4 തവണ ചെയ്യുമ്പോഴാണ് അതിലുള്ള ഓരോ ഡിജിറ്റിൻ്റെയും സമ്മായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് 5 ഡിജിറ്റിൻ്റെ സമ്മിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം ഒരു വാല്യൂ, ഒരു സം എന്ന് പറഞ്ഞ വാല്യൂ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിലെന്താണ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ 3 ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓരോ സെറ്റായിട്ട്. ആദ്യത്തെ സെറ്റ് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും 5 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2, 3, 4, 5, 6 എന്ന 5 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അത് ഓരോ നമ്പറായിട്ട് എക്സ്ട്രാക്ട് ചെയ്താണ് എടുക്കുന്നത്. ആക്ച്വലി ചെയ്യുന്നത് ഇതിൻ്റെ അവസാനത്തെ നമ്പർ, ഓരോ ഡിജിറ്റിൻ്റെ അവസാനത്തെ നമ്പർ ഓരോന്നായിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് സമ്മിലോട്ട് ആഡ് ചെയ്ത് അവസാനം വരെ എത്തുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ആദ്യം ഈ തന്നിട്ടുള്ള നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. അതാണ് ആദ്യത്തെ ഇക്വേഷൻ. തന്നിട്ടുള്ള നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. അപ്പോൾ ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണെന്ന് നോക്കിയാൽ നമുക്ക് അവസാനത്തെ ഡിജിറ്റാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി ആ കിട്ടിയ ആൻസറിനെ നമ്മൾ പ്രീവിയസ് ആയിട്ട് കിട്ടിയ സമ്മിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്യും. ഇതിപ്പം സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് ആയതുകൊണ്ട് പ്രീവിയസ് സം എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പം കിട്ടിയ ആ ഡിജിറ്റ്, ആ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്യുക. ഈ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടി. ഈ 6 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ലാസ്റ്റ് ഡിജിറ്റാണ്, ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റാണ് 6 എന്ന് പറയുന്നത്. അതിനെ സമ്മിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ സം ഈക്വൽ ടു ആദ്യത്തെ സ്റ്റേജിലെ സം എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത ആ നമ്പർ, തന്നിട്ടുള്ള ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ എത്രയാണെന്ന് എടുക്കുക. ഇവിടെ 2, 3, 4, 5, 6 എന്ന നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 3, 4, 5 എന്ന് കിട്ടും. ഇവിടെ 2, 3, 4, 5.6 എന്ന് കിട്ടത്തില്ല. കാരണം 2 ഇൻറ്റീജേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് 23,456 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2345 എന്നേ കിട്ടുള്ളൂ. ഇനി അപ്പോൾ നമുക്കിവിടെ 2, 3, 4, 5 എന്ന നമ്പറാണ് ഇവിടെ ആൻസറായിട്ട് കിട്ടിയത്. ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പം ഈ നമ്പറിനെയാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. പിന്നെ ഈ നമ്പർ നമ്മൾ എടുക്കത്തില്ല, ഈ നമ്പറിനെയാണ് ബേസ് ചെയ്യുന്നത്. ആ നമ്പറിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എടുക്കുന്നു. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ചെയ്ത ആദ്യത്തെ ഇക്വേഷൻ, ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എടുക്കുന്നു. റിമൈൻഡർ ഇവിടെ 5 എന്ന് കിട്ടുന്നു. ഈ 5 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൻ്റെ അവസാനത്തെ ഡിജിറ്റാണ് 5 എന്ന് പറയുന്നത്. ഈ 5നെ പ്രീവിയസ് സമ്മുമായിട്ട് ആഡ് ചെയ്യുന്നു. പ്രീവിയസ് സം എന്ന് പറഞ്ഞാൽ 6 ആയിരുന്നു പ്രീവിയസ് സം. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യപ്പോൾ 11 എന്ന് കിട്ടുന്നു. ഇനി ഈ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ആൻസർ റിസൾട്ട് എത്രയാണെന്ന് എടുക്കുന്നു. അപ്പോൾ ഈ 2, 3, 4, 5നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ 2, 3, 4 എന്ന് കിട്ടുന്നു. ഇനി ഈ 2, 3, 4നെയാണ് നമ്മൾ ബാക്കി അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ നമ്പർ എടുക്കത്തില്ല. 2, 3, 4 ആണ് നമ്മുടെ പുതിയ നമ്പർ. ഈ നമ്പറിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എടുക്കുന്നു. അപ്പോൾ റിമൈൻഡർ 4 എന്ന് കിട്ടുന്നു. ഈ 4നെ പ്രീവിയസ് സമ്മുമായിട്ട് ആഡ് ചെയ്യുമ്പോഴേക്കും പുതിയ സമ്മ് കിട്ടുന്നു. ഇവിടെ 15 എന്ന് കിട്ടുന്നു. ഇനി ഈ 2, 3, 4നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ എത്രയാണെന്ന് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 23 എന്ന് കിട്ടി. ഇനി 23 ആയിരിക്കും വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ റിമൈൻഡർ എടുക്കുന്നു. റിമൈൻഡർ എടുക്കുമ്പോഴേക്കും ഈ 23യുടെ അവസാനത്തെ നമ്പറായ 3 ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ആ 3യെ പ്രീവിയസ് സമ്മുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ 18 എന്ന് കിട്ടുന്നു. എന്നിട്ട് ഈ 23യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ എടുക്കുന്നു. ആൻസർ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇപ്പം 2 എന്ന് മാത്രമേ ഉള്ളൂ, ആ സിംഗിൾ ഡിജിറ്റാണ്. അത് പ്രീവിയസ് സമ്മിൻ്റെ കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. അതല്ല ഇതേ ഇക്വേഷൻ തന്നെ വീണ്ടും ഈ 2ൽ അപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ ഒരുപോലെ തന്നെ കിട്ടുള്ളൂ. ഈ 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുമ്പോഴേക്കും 2 കിട്ടുന്നു. ആ 2നെ പ്രീവിയസ് സമ്മുമായിട്ട് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് 2നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ആൻസർ 0 ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ
അപ്പോൾ ഈ അവസാനത്തെ സ്റ്റെപ്പിൽ മാത്രം നമ്മൾ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, ആ 3 ഇക്വേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാതെ അവസാനത്തെ സ്റ്റെപ്പിൽ ഈ കിട്ടിയ 2നെ പ്രീവിയസ് സമ്മുമായിട്ട് അങ്ങ് ആഡ് ചെയ്ത് അങ്ങ് എഴുതുന്നു, 20 ആയിട്ട് അങ്ങ് എഴുതുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരേ ഇക്വേഷനാണ് നമ്മൾ ഈ 4 തവണയും ചെയ്തത്. ഈ 5ാമത്തെ തവണ മാത്രം ചെയ്തില്ല എന്നേ ഉള്ളൂ. ഈ 4 തവണയും സെയിം ഇക്വേഷൻസ് തന്നെയാണ് ചെയ്തത്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് സമ്മിൻ്റെ കൂടെ ഇപ്പം കിട്ടിയ ആ ഡിജിറ്റ്, റിമൈൻഡറായിട്ട് കിട്ടിയ ആ ഡിജിറ്റിനെ അങ്ങ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ബേസ് ആയിട്ട് ഉപയോഗിച്ച ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ എടുക്കുന്നു. ഈ 3 ഇക്വേഷൻ തന്നെയാണ് നമ്മൾ 4 തവണയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമാണ് എഴുതാൻ സാധിക്കുക. ഇവിടെയും സെയിം സെറ്റ് ഓഫ് ഇക്വേഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 4-5 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റെം ഈക്വൽസ് നം പെർസെൻറ്റേജ് 10, അത് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ഇക്വേഷൻ തന്നെ. അതുപോലെ തന്നെ സം ഈക്വൽ ടു സം പ്ലസ് റം എന്നുള്ള ഇക്വേഷൻ അത് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസും മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നത് കാരണം തന്നെ പ്രോഗ്രാം ഒരുപാട് ലെങ്തിയായി. അപ്പോൾ ഇത് എങ്ങനെ ഒഴിവാക്കാം? റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു തവണ മാത്രം എഴുതി നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അതിനെ ചെറുതാക്കാനായിട്ട് സാധിക്കും. ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്ന് നമുക്കതിൽ സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഫോർ ലൂപ്പ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, ഒരു തവണ എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് ഈ പ്രോഗ്രാം നമുക്ക് ഫോർ ലൂപ്പിൽ ചെയ്യാനൊക്കും. ഇതിലിപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിതിൽ ഔട്ട്പുട്ട് കാണിച്ചിട്ടില്ല. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യപ്പോഴേക്കും നമുക്ക് ഔട്ട്പുട്ട് കാണാനൊക്കും. ഞാൻ സാമ്പിൾ ഔട്ട്പുട്ട് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിവിടെ സം എന്ന് പറഞ്ഞും റിമൈൻഡർ എത്രയാണെന്നുള്ള അത് സ്റ്റോർ ചെയ്യാനായിട്ട് REM എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, നം എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അത് നമ്മുടെ ഒരു 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ നമ്പറിനെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനുവേണ്ടി നം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടെ ക്രിയേറ്റ് ചെയ്തു. n എന്ന് പറയുന്നത് ആക്ച്വലി ഈ നം എന്ന് പറയുന്ന വേരിയബിളിൽ ആദ്യം സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂ അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് n എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ പ്രോഗ്രാമിൽ 4 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സം എന്ന് പറയുന്ന വേരിയബിളിന് മാത്രം 0 ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ആ സമ്മിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് സമ്മിൻ്റെ ഇനിഷ്യൽ ഈക്വൽ ടു 0 എന്ന് ഒരു ഇനിഷ്യൽ വാല്യൂ കൂടെ സമ്മിന് മാത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സി ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എൻ്റർ എ 5 ഡിജിറ്റ് നമ്പർ എന്ന് കൊടുക്കുന്നു. ആ സമയത്ത് നമ്മളൊരു 5 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനെ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി n ഈക്വൽ ടു നം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ നം എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മളിവിടെ മോഡിഫൈ ചെയ്താണ് ഓരോ ഡിജിറ്റ്സ് ആയിട്ട് കുറച്ച് കൊണ്ടുവരുന്നത്. ഡിവൈഡ് ബൈ 10 എടുത്ത് കുറച്ച് കൊണ്ടുവരും. അതുകൊണ്ട് ഈ നം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറിനെ ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കാനായിട്ട്, ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് ഈ n എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. n ഈക്വൽ ടു നം എന്ന് കൊടുത്താൽ ഈ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് എന്നിലോട്ട് നമുക്ക് കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്ത് വച്ച് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും അവസാനം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ സം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമല്ലോ. അപ്പോൾ അവിടെ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് n, ഈ n എന്ന് പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത 5 ഡിജിറ്റ് നമ്പറാണ് ഇവിടെ അപ്പിയർ ചെയ്യേണ്ടത്. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ആ 5 ഡിജിറ്റ് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ സം എന്ന് പറയുന്ന വേരിയബിളുള്ള വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇവിടെ വെച്ചത്. കാരണം ഈ നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ പിന്നെ കിട്ടത്തില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നേരത്തെ ഒരു കോപ്പി n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അതൊന്ന് കോപ്പി ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ ലോജിക്കൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ നം എന്ന് പറയുന്ന ആദ്യം ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. ആ സ്റ്റെപ്പാണ് ആദ്യത്തെ ഇക്വേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. REM ഈക്വൽ ടു നം പെർസെൻറ്റേജ് 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ നം എന്ന് പറയുന്ന വാല്യൂവിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്ന് എടുക്കുന്നു. ആ റിമൈൻഡറാണ് REM എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ പ്രീവിയസ് ആയിട്ട് കിട്ടിയ സമ്മിലോട്ട് അങ്ങ് ആഡ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി സം ഈക്വൽ ടു സം പ്ലസ് റം എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ സമ്മിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഫേസ് ആയതുകൊണ്ട് 0 ആയിരിക്കും. അതിൻ്റെ കൂടെ റെം എന്ന് പറയുന്ന റിമൈൻഡർ എന്നുള്ള ആ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ വാല്യൂയും കൂടെ സമ്മിലോട്ട് ആഡ് ചെയ്യുമ്പോഴേക്കും പുതിയ സമ്മ് കിട്ടും. എന്നിട്ട് ഈ NUM എന്ന് പറയുന്ന ആ വേരിയബിളിനെ എടുത്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെ തന്നെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു.
ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക, ഇവിടെ നം ഈക്വൽ ടു നം/10 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നം/10 എന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അവസാനത്തെ ഡിജിറ്റിനെ മാത്രം കട്ട് ചെയ്ത് ബാക്കിയുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ആ റിസൾട്ടിന് തന്നെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അങ്ങ് ഓവർ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 5 ഡിജിറ്റ് നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും പിന്നെ ആദ്യത്തെ 4 ഡിജിറ്റ്സ് മാത്രമേ ആൻസർ ആയിട്ട് കിട്ടുകയുള്ളൂ. ആ 4 ഡിജിറ്റ്സിനെയൊക്കെ നം എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ആ 4 ഡിജിറ്റ് നമ്പറിനെയാണ് ഇവിടെ രണ്ടാമത്തെ ഫേസിൽ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുന്നതും ആ റിമൈൻഡറിനെ പ്രീവിയസ് സമ്മുമായിട്ട് ആഡ് ചെയ്യുന്നതും, എന്നിട്ട് ആ നമ്പറിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ 4 ഡിജിറ്റ് നമ്പർ എന്നുള്ളത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് നമ്പറാവും. ആദ്യത്തെ 3 ഡിജിറ്റ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതിനെ നം എന്ന് പറയുന്ന വേരിയബിളോട്ട് ഓവർ റൈറ്റ് ചെയ്യും. അങ്ങനെ 4 തവണ സ്റ്റെപ്പ് ചെയ്ത് അവസാനത്തെ സ്റ്റെപ്പിൽ അവസാനത്തെ സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ട് അതിനെ 10 എന്നോട് ഡിവൈഡ് ചെയ്ത ഈ സ്റ്റെപ്പ് അവസാനം ഒരു 23 എന്ന് മാത്രം കിട്ടും. അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസറിനെ സമ്മിലോട്ട് അങ്ങ് ആഡ് ചെയ്യുന്നു. ആ സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. ആ നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ പ്രീവിയസ് സമ്മിലോട്ട് അങ്ങ് ആഡ് ചെയ്യുമ്പോഴേക്കും ഫൈനൽ സം വാല്യൂ എത്രയാണെന്ന് കിട്ടും. ഇനി ഈ കിട്ടുന്ന ഈ സം വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇത് ആക്ച്വലി സിംഗിൾ ലൈനിലാണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സിംഗിൾ ലൈനാണ് വരേണ്ടത്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് താഴെ ഇറങ്ങിപ്പോയത്. ഇത് സിംഗിൾ ലൈനിലാണ് നിൽക്കേണ്ടത്. PPT സ്പേസ് ഇല്ലാത്തതുകൊണ്ട് താഴോട്ടായി പോയതാണ്. അപ്പോൾ ഈ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ആ സമ്മിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അങ്ങനെ ഒരു 5 ഡിജിറ്റ് നമ്പറിൻ്റെ സമ്മ്, ഓരോ 5 ഡിജിറ്റ് നമ്പർ ഡിജിറ്റ്സിൻ്റെ സം എത്രയാണെന്ന് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്, ഒന്ന് വളരെ ലെങ്തി ആയിപ്പോയി, സെയിം സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 3-4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രോബ്ലം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്തെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പം ഒരു 6 ഡിജിറ്റ് നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, അതിൻ്റെ 6 ഡിജിറ്റിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാം തന്നെ റീറൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ വീണ്ടും ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിൻ്റെ ഡിജിറ്റ്സ് മാറുന്നതനുസരിച്ച് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ പ്രോഗ്രാം റീറൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അതേസമയം ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിലാദ്യമേ ഒരു സെറ്റിങ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ 5 ഡിജിറ്റ് നമ്പറിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്ത സെയിം പ്രോഗ്രാം ഉപയോഗിച്ച് തന്നെ വേണമെങ്കിൽ 6 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് ആ 6 ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 10 ഡിജിറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആ 10 ഡിജിറ്റ്സിൻ്റെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം പോസിബിളാണ്. പക്ഷേ ഈ കേസ് ഇങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ പ്രോഗ്രാം പിന്നെ എഡിറ്റ് ചെയ്ത് മാറ്റുകേണ്ടി വരും, ഓരോ ഡിജിറ്റ്സിൻ്റെ എണ്ണം മാറുന്നതനുസരിച്ച്. അപ്പോൾ അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ പ്രോഗ്രാം എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഫോർ ലൂപ്പ് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതും. ആ രീതി മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇവിടെ ഫോർ ലൂപ്പ് ഇല്ലാതെ എങ്ങനെ ഈ പ്രോഗ്രാം എഴുതാം എന്നാണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഇത്രയും പഠിച്ചാൽ മതി എന്ന് പറയാം. ബാക്കി നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ തുടങ്ങാം. സെക്കൻഡ് മോഡ്യൂളിൽ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന മെയിനായിട്ടുള്ള ഇഫും ഫോറും വൈലും അങ്ങനത്തെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ഉണ്ട്, അത് പഠിക്കാം. പിന്നെ അറേസും ഫങ്ഷൻസും എല്ലാം ഉണ്ട്. അങ്ങനെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡ്യൂളാണ് സെക്കൻഡ് മോഡ്യൂൾ. അത് നമുക്ക് അടുത്ത വീഡിയോ മുതൽ പഠിക്കാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.